ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ BS6 മോഡലാണ്. അതിൻ്റെ ആക്റ്റീവ് 125 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസ് അതേപോലെ ഫ്രണ്ട് ടയർ മാറ്റുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടാണ്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയായിരുന്നു. ബെൽറ്റ് ഓൾറെഡി നമുക്ക് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. നല്ല ബെൽറ്റാണ്, പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കുന്ന സമയത്ത് വേരിയേറ്റർ ബോഡിക്ക് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ബുഷും ഈ വീലും തമ്മിൽ തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള തുരുമ്പും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അത് ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. കാരണം ഞാൻ ഓൾറെഡി ഇവിടെയൊക്കെ സ്ക്രാച്ച് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്നായിരിക്കും അതിൻ്റെ ഡീപ്പ് കംപ്ലയിൻറ്റിലേക്ക് പോകാം. അത് ഇതിപ്പോൾ സെയിം സാധനം തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ജെർക്കിങ് ഷിവറിങ് ഒക്കെ ഈ പോകെ അത് കൂടി വരും. അപ്പോൾ അത് കൈയോടെ അത് മാറ്റി പോകണമെന്ന് നല്ലത്. നമുക്ക് ഏകദേശം ഒരു 60,000 കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് വണ്ടി. പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ നമ്മളൊന്ന് അയച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററി, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി. ഞാനിപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ബാറ്ററി നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.66 ഇഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ബാറ്ററിയുടെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി തന്നെ. അപ്പോൾ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ മീറ്ററിൽ ഡിസ്പ്ലേ ഒക്കെ കട്ടായി പോവുക, അതാണ് അതിൻ്റെ ലക്ഷണമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്ത് വെക്കണം. ഇത് 12 വോൾട്ടും 6 ആംപിയറും എന്ന ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് സെയിം വോൾട്ടുള്ള തന്നെ വെക്കാനായിട്ടും നോക്കണം. പിന്നെ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കേബിളുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കേബിളുകളൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഇല്ല. ബ്രേക്കിൻ്റെ ഭാഗവും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ നോക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അതിൻ്റെ ഡിസ്ക് പാഡ് യൂണിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബൂട്ട് നമുക്ക് നയിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം കേട്ടോ. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയപ്പോൾ ഓയിലും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഫുള്ളായിട്ട് തീർന്ന് നിൽക്കണേ. അപ്പോൾ നമുക്കത് കമ്പനി മോഡൽ സാപ്പർ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ടയറൊക്കെ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇത് അഴിച്ചിട്ട്, ഇപ്പോൾ തുടക്കമാണത്, അത് കൈയോടെ തന്നെ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽസീൽ മാറ്റി റീസെറ്റ് ചെയ്യാം. കാരണം മാറ്റുമ്പോൾ നമുക്ക് 2 ഫോർക്കിൻ്റെയും ഓയിലും വിത്ത് ഓയിൽസീലും കൂടി മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ രണ്ടും 2 രീതിയിലുള്ള ആക്ഷനായി പോകും. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. തന്നെയല്ല ഈ സൈഡ് ഓയിൽസീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ അപ്പുറത്തേയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റുമ്പോൾ 2 ഫോർക്കിൻ്റെയും ഓയിൽ വിത്ത് ഓയിൽസീൽ ചേഞ്ച് ചെയ്യുക, ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ പ്ലഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നു, പ്ലഗും നല്ല പ്ലഗാണ് നമുക്ക് കിടക്കണം കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽസീൽ, ടയർ, ജനറലായിട്ടുള്ള സർവീസ്, പിന്നെ ഫോർക്ക് ഓയിൽ സീൽ ചേഞ്ച് ചെയ്യണതിൻ്റെയൊക്കെ ലേബർ ചാർജും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാറ്ററിയുടെ കേസ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പെടുത്തുന്നില്ല കേട്ടോ. എഞ്ചിൻ ഓയിൽ, അതേപോലെ ഈ വീലും ഇതിൻ്റെ ബുഷ് സെറ്റും കൂടി പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, റിപ്ലൈ നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ എസ്റ്റിമേറ്റ് ഞാൻ ഓൾറെഡി അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ കിട്ടിയാൽ നമ്മൾ അതനുസരിച്ചാണ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ.